ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ബിറ്റ്വീൻ റോക്സ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് പാലാ തൊടുപുഴ റൂട്ടിൽ പാലായിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ച് ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്തേക്കെത്താം. ഇത് പാറ അരിഞ്ഞുണ്ടാക്കിയ ഒരു റോഡാണ്. 2012 നിർമ്മിച്ച ഒരു റോഡാണിത്. രണ്ട് സൈഡിലും ചെങ്കുത്തായ പാറകളാണ്. അവയൊക്കെ അരിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഈ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. ഏകദേശം ഒരു 80 അടി ഉയരത്തിൽ വരെയുള്ള പാറകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. 2020 വരെ ഈ റോഡിനെ പറ്റി പുറമേ ഉള്ള ആൾക്കാർക്കൊന്നും അറിവില്ലായിരുന്നു. 2020 ശേഷം ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെയാണ് ഈ ഭാഗം പ്രശസ്തമായത്. ഇത് പ്രശസ്തമായതിനു ശേഷം ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാനായി ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇന്നൊരു മഴ ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരൊന്നും ഇങ്ങോട്ടില്ല. ഈ പ്രദേശത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ നിന്ന് നമ്മൾ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്തെത്തിയ പോലെയുള്ള പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൂളിംഗ് ഒക്കെ അനുഭവപ്പെടും. ഇവിടെ മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈലൻ്റ് ഏരിയയും കൂടെയാണ്. ഏതോ ഒരു വനത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഈ റോഡ് പിഴക് എന്ന സ്ഥലത്ത് നിന്ന് രാമൂരം എന്ന സ്ഥലത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. അത്ര മെയിൻ വഴിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊന്നും ഇതിലൂടെ വരാറില്ല. ഇപ്പം ഈ സ്ഥലം ഫേമസ് ആയതിൻ്റെ പേരിൽ ഇത് കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അല്ലാതെ വലിയ തിരക്കൊന്നുമുള്ള വഴിയൊന്നുമല്ല ഇത്. ചുറ്റും കാണുന്ന പാറകളുടെ ഹൈറ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ മറ്റൊരു ലോകത്തെത്തിയ പോലെ നമുക്ക് തോന്നും. ബിറ്റ്വീൻ റോക്സ് എന്ന് പറഞ്ഞ ഈ പ്രദേശം കാണാൻ വരുന്നവർക്ക് കുറച്ച് അപ്പുറത്തായിട്ട് മറ്റൊരു കാഴ്ച കൂടി കാത്തിരിക്കുന്നുണ്ട്. അതൊരു വെള്ളച്ചാട്ടമാണ്. പാമ്പനാൽ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നു. പാലാ തൊടുപുഴ റൂട്ടിൽ തിരിയുന്ന ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി വലത്തേക്ക് തിരിഞ്ഞാൽ ഒരു 2.5 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ പാമ്പനാൽ വെള്ളച്ചാട്ടം എന്ന സ്ഥലത്തേക്ക് എത്താം. ഒരു ദിവസത്തെ യാത്രയിൽ ഈ 2 കാഴ്ചകളും നമുക്ക് കണ്ട് മടങ്ങാം. ഇവിടെ ഒന്ന് നമുക്ക് എത്ര നേരം നിന്ന് കഴിഞ്ഞാലും മടുക്കുകയില്ല. എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മടുക്കുകയില്ല. കാരണം അതുപോലത്തെ കിടിലൻ സീനറിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല ബൈക്കിലിരുന്ന്, സ്കൂട്ടറിലിരുന്നും കാറിലിരുന്നും ഒക്കെ മനോഹരമായ നല്ല കിടിലൻ ഫോട്ടോകൾ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്.